ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയതിൻ്റെ മെയിൻ കാരണം എല്ലാ വീട്ടിലും എല്ലാ കുട്ടികളും കാണും. അപ്പോൾ ആ ഒരു കുട്ടികളുടെ സേഫ്റ്റിയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ മെയിനായിട്ട് ചർച്ച ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ ഒരു കുട്ടി സ്കൂൾ കഴിഞ്ഞിട്ട് വന്ന ഒരു ബസ് സ്റ്റാൻഡിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് അമ്മ വിളിച്ചുകൊണ്ട് പോകുമെന്നുള്ള രീതിയിലാണ് എന്നും ആ ഒരു കുട്ടി അവിടെ വന്ന് നിൽക്കുന്നത്. ഇതേ കണക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു കുട്ടി ആ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്ന സമയത്ത് ഓപ്പോസിറ്റ് നിന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒരാൾ വന്നിട്ട് ഇത് കണക്ക് മോളെടുത്ത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആ കുട്ടി ഭയങ്കര ടെൻഷനായി, എന്താണെന്ന് അറിയത്തില്ല. ഉടനെ തന്നെ അടുത്തുള്ള ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ഒരു കടയുണ്ട്, അവിടേക്ക് ഓടി കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യക്തി പുറകെ തന്നെ ഈ ഒരു കുട്ടിയുടെ പുറകെ വന്ന് ആ ഒരു ഷോപ്പിലേക്ക് വരികയും ആ ഷോപ്പിലുള്ള ഒരു സ്ത്രീയൊക്കെ ഈ ഒരു കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ ആൾ കയറി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കുട്ടിയുടെ മാമൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കൂടെ വിട്ടാൽ മതി, ഞാൻ വീട്ടിലേക്ക് കൊണ്ടാക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ച് കരഞ്ഞ് പറയുന്നുണ്ട്, ഇത് എനിക്ക് അറിയത്തില്ല ആരാന്നുള്ളൊരു കാര്യം, എൻ്റെ മാമൻ്റെ ഫ്രണ്ടോ ഒന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇവനുണ്ടെങ്കിൽ ഈ ഒരു ആണ് പറയുന്നുണ്ടായിരുന്നു, അല്ല ഞാൻ ഇവക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ല, ഞാൻ കൊണ്ടുപോകാം, നിങ്ങളെന്തിനാണ് ഇതിൻ്റെ ഇടയിൽ കയറി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയോട് ഭയങ്കരമായിട്ട് തർക്കിക്കുമായിരുന്നു. അവിടെ കൂടെ നിന്ന വേറെ സ്ത്രീകളാണ് വീഡിയോ എടുത്ത് അത് പബ്ലിക്കാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവർ ഭയങ്കരമായിട്ട് ഈ ഒരു കുട്ടിയെ ചേർത്ത് പിടിക്കുകയും ഇയാൾക്കെതിരെ സംസാരിക്കുമ്പോൾ പോലും ഇവനൊരു പേടിയോ ഒന്നും തന്നെ ഇല്ല. ഇവൻ തിരിച്ച് പറയാം, കുട്ടി എൻ്റെ കൂടെ വിട്, ഈ കൊച്ചിനൊന്നും അറിയത്തില്ല, ഈ കൊച്ചിൻ്റെ മാമൻ പറഞ്ഞു വിട്ടുകയെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വ്യക്തി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതിന് ശേഷം അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് ഇവനെ കുറച്ച് കൈകാര്യം ചെയ്തു എന്നുള്ളതും പോലീസിനെ ഏൽപ്പിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു കുട്ടിയെ കാര്യങ്ങളൊക്കെ സംസാരിച്ച ആ ഒരു സ്ത്രീക്ക് അവിടെയുള്ള ആൾക്കാരെല്ലാം ഒന്ന് അംഗീകാരം കൊടുത്തു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം കുട്ടിയെ അവർ വീട്ടുകാർ കൊണ്ടുപോയി എന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അപ്ഡേറ്റ് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇതുപോലെ കുറേയധികം കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കേരളത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന അമ്മമാരോ അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് മാക്സിമം പറയും. ഇതുപോലെ കുറേയധികം പേര് ഇന്നത്തെ കാലത്തുണ്ട്. പലതും അടിച്ച് കയറ്റിയിട്ടൊക്കെയാണ് നടക്കുന്നത്. പണ്ടത്തെ കാലത്തെ പോലെയല്ല, ഇപ്പോൾ ഇത്തിരി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ അടുത്ത് പറയാം, ആരെങ്കിലും പുറത്ത് വെച്ച് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും തരികയാണെങ്കിൽ, വിളിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കൂടെ പോകാതിരിക്കുക. കാരണം അത് അവസാനം പിന്നെ നമുക്ക് കരയാനൊക്കെ ഉള്ള ഒരു സമയം മാത്രമേ കാണത്തുള്ളൂ. ഇവരെ പോലുള്ള കുറേയധികം പേര് ഇന്നത്തെ ഈ നാട്ടിലുണ്ട്. നമ്മൾ ഡെയിലി വാർത്ത വായിക്കുമ്പോൾ എന്തുമാത്രം ലഹരിയാണ് പിടിച്ചെടുക്കുന്നത് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേയധികം പേരുണ്ട്. മാക്സിമം നിങ്ങളുടെ കുട്ടികളെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതേ കണക്ക് കുട്ടികളെ തനിച്ചാക്കുന്ന രീതിയിലേക്കൊന്നും മാക്സിമം പോവാതിരിക്കുക. മാക്സിമം അവരെ സ്കൂളിൽ കൊണ്ടുവിടുക, തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു സ്കൂൾ ബസ്സോ അങ്ങനെ എന്തെങ്കിലും കയറ്റി വിടുന്ന രീതിയിലേക്ക് ആക്കുക. അല്ലാതെ ഒരിക്കലും ഇതുപോലെ ചെയ്യുന്നത് ഒട്ടും സേഫല്ല.